ഞാൻ സത്യം പറഞ്ഞ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ വന്നായിരുന്നു. വന്നപ്പോ ഇവിടെ ഫുള്ള് അപ്പാപ്പൻ കേവിലെ പിള്ളേർ നിൽക്കുന്നു. ഞാൻ തിരിച്ചു പോയി. ഞാൻ വിറ്റെന്ന് വിചാരിച്ചു. നല്ല പൈസ കൊടുത്താണെന്ന്. ഞാൻ ആദ്യം നിന്നെയാണ് വിളിക്കുന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടിട്ട്. പ്രസംഗത്തിനോ? ചന്ദ്രനെ പറ്റി ഒരു പ്രസംഗം. ചന്ദ്രനെ പറ്റി 400 വാക്കുണ്ടില്ലേ? ചന്ദ്രബാജിന്റെ ബർത്ത്ഡേ പരിപാടി. തന്തയുടെ കാര്യം പറയുവാണെങ്കിൽ 1 അല്ല 2 അല്ല 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. ഒരാൾ വന്നിട്ടുണ്ട് ഇവിടെ വീടിന്റെ ഫ്രണ്ട് നിൽക്കുന്നത്. അകത്തോട്ട് കയറത്തില്ലെന്നാ പറയുന്നത്. അറിയത്തില്ല ഹിന്ദിയൊക്കെ പറയുന്നു വാസവനെ. ഇതേതാ ബംഗാളി? ശരിക്കും ഓടി വരൂ. വൈര് എത്തണില്ലല്ലോടാ ഞാൻ. വേറെ ഡ്രസ്സൊന്നും അല്ലെന്ന് തെറ്റിട്ട് അയ്യോ മലയാള ഭാഷ എപ്പ എത്തി? മല്ലി ഞാൻ ഇവിടെ വന്നപ്പോഴേ ഞാൻ വിചാരിച്ച ഗ്യാങ്ങോസും കേവിയൊക്കെ വിറ്റുന്നെ. എപിയും കേവിയിലെ പിള്ളേരൊക്കെ ഇവിടെ നിൽക്കുന്നേ. കമ്പനി പുതിയ മോഡലായിട്ട് പാക്ക് ചെയ്ത് തന്നിട്ട് നമ്മള് തിരിച്ചെടുത്ത്. പുതിയ ടേംസ് ആൻഡ് പോളിസി ഒക്കെ ഉണ്ട്. ആന കൊരങ്ങൻ കൊക്ക് 3 പേരും വന്നിരിക്കുന്ന എല്ലാത്തിനും വിളി അകത്തോട്ട് കയറ്റ്. എനിക്കറിഞ്ഞൂടാ ബാബു, ആന കൊക്ക് ഇതൊക്കെ. ഞാൻ ചന്ദ്രന് വേണ്ടപ്പെട്ട ആൾക്കാരെ വിളിച്ചോളാൻ പറഞ്ഞപ്പോ ഇവരൊക്കെയാണ് വന്നത്. മനസ്സിലായ? കണ്ടിട്ട് എന്തൊക്കെയുണ്ട് വിശേഷം? അങ്ങനെ പോനും മള്ളി പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല. മള്ളിക്ക് എങ്ങനെയുണ്ട് വിശേഷം? പെട്ടെന്ന് എന്താ ബംഗാളിന്ന് വന്നത്? മുള്ളി അർജന്റ് നാട്ടിലോട്ട് വരണം. ചന്ദ്രൻ ജനിച്ച ദിവസമല്ലേ? ബംഗാളിലൊക്കെ കാര്യങ്ങളൊക്കെ എങ്ങനെ പോണ്? അവിടെ മള്ളി കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട്. അച്ഛനൊക്കെ എന്താ പറയുന്നു? പറയാതെ വിൽക്കൂന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. വിറ്റില്ല ബാബു. വിറ്റില്ലേ? ഇല്ല. പിന്നെ അച്ഛനെന്ത് പറയുന്നത്? ഞാൻ സത്യം പറഞ്ഞ ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ വന്നായിരുന്നു. വന്നപ്പോ ഇവിടെ ഫുള്ള് അപ്പാപ്പൻ കേവിലെ പിള്ളേർ നിൽക്കുന്നു. ഞാൻ തിരിച്ചു പോയി. വിചാരിച്ചാ ഞാൻ വിറ്റെന്ന് വിചാരിച്ചു. നല്ല പൈസ കൊടുത്താണെന്ന് വിചാരിച്ച്. പിന്നെ ഇവിടെ ആളില്ലാത്തപ്പോ നമ്മൾ കുറച്ച് ദിവസം ലീസിന് കൊടുത്തായിരുന്നു. ഓ അങ്ങനെ. തിരിച്ചു മേടിച്ചല്ലേ? പിന്നെ അല്ലാതെ നമ്മള് കഴിഞ്ഞോട്ടെ ചന്ദ്രന്റെ ബർത്ത്ഡേക്ക് പരിപാടിക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തപ്പോഴത്തേക്കിന് ഒന്നും നടന്നില്ലല്ലോ. അടിയായില്ലേ? ഓർമ്മയില്ലേ? മനസ്സിലായി മള്ളി. നമ്മളെ കട എഴുതി കൊടുത്തത് ഓർമ്മ ഉണ്ടോ? കട എഴുതി കൊടുത്തിട്ട് പിന്നെ വന്ന് തള്ളക്കിളി ഓർമ്മയുണ്ടോ? എഴുതി കൊടുത്താലോ എനിക്ക് മറക്കാൻ പറ്റാത്തത്. വന്ന് തള്ളക്കിളി ഇപ്പഴും ഞാൻ പറഞ്ഞിട്ടില്ല. ഏതൊക്കെ ഭാഷയില് തമിഴ്നാട്ടിലൊക്കെ വിളിച്ചു ആൾക്കാര്. തമിഴ്നാട്ടിൽ വിളിക്കുമല്ലോ. ഫുൾ ടൈം അവിടെയല്ലേ കിടക്കണത്. പിന്നെ അല്ലാതെ മള്ളി കഴിഞ്ഞ പ്രാവശ്യം അത് ചെയ്തപ്പോ പറയാ ഒരു 100 പേരുണ്ട്. ഇത്തവണ നല്ല ചെയ്തപ്പോ പറയാ ആരെങ്കിലും പറഞ്ഞാൽ നോക്കിക്കൊള്ളേ. അതെ. അതാണ് എനിക്ക് അറിയേണ്ടത്. ഇത് എനിക്ക് അപമാനമായി. എല്ലാരും വണ്ടിക്കകത്ത് കയറുവാടാ. എല്ലാരും ശബ്ദം വിട്ടു പോകാൻ കേട്ടില്ല. PL അടിച്ച് പ്ലീസ് എടാ. ഡീലോസ് അടിക്കുന്നതിനെ ഞാൻ കാല് പിടിക്കാം. ഞാൻ വേണം നിന്റെ കൂടെ വീട്ടിൽ വന്ന് 2-3 ദിവസം നിക്കാം. പ്ലീസ് ഇന്ന് അടിക്കരുത്. ഞാൻ 3 ദിവസം വീട്ടിൽ വന്ന് നിൽക്കാം. എന്ത് വേണേ ചെയ്തോളാം. പറയണം എന്ത് വേണേ ചെയ്യാൻ. ഞാൻ പ്ലീസ് ഞാൻ പറയണ എന്ത് വേണേ ചെയ്തോളാം. മുടിഞ്ഞു പോണേ ദൈവമേ. ഇവനൊക്കെ PL അടിക്കുന്നത് മുടിഞ്ഞു. ഞാൻ ആദ്യം നിന്നെയാണ് വിളിക്കുന്നത് ഒരു പ്രസംഗത്തിന് വേണ്ടിട്ട്. പ്രസംഗത്തിനോ? ചന്ദ്രനെ പറ്റി ഒരു പ്രസംഗം. ചന്ദ്രനെ പറ്റി 400 വാക്കുണ്ടില്ലേ?
എന്തോ വലുത് കൊണ്ടുവരാനാണ്. അല്ല അവരെല്ലാരും ഇങ്ങോട്ട് വിളി. ഇല്ലില്ല ആദ്യം ഞാൻ അല്ലാതെ വിളിക്കാം ഓരോരുത്തരെ. ആ ഓക്കെ ഓക്കെ. മൈക്ക് തരുമോ? മൈക്ക് സരക്കിനെ കൂടെ സരക്കൂടെ ഉണ്ടോ? അതാ അവിടെ ഉണ്ട് സരക്ക്. ഇവിടെയാണോ മൈക്ക്? ഈ മൈക്കിൽ എങ്ങനെയാ സംസാരിക്കണേ? മൈക്കിൽ എങ്ങനെ അല്ല കേക്കാവോ? ഹലോ, ഞാൻ ജീനൊക്കെയാണ് സംസാരിക്കണത്, പക്ഷെ കേൾക്കുന്നില്ല ആർക്കും. ഹലോ, എല്ലാവർക്കും കേക്കാവോ ഞാൻ പറയുന്നേ? ഹലോ, എല്ലാവർക്കും കേക്കാവോ ഞാൻ പറയുന്നത്? ഹലോ, അല്ല അവിടെ നിക്കുന്നവർക്കൊക്കെ കേക്കാവുന്നു. ഈ അല്ലടാ, ജി എന്ന് എഴുതിയേക്കുന്നത്. യു ആർ സ്പീക്കിംഗ് ഇൻ എ മൈക്രോഫോൺ ജി ടു ടോഗിൾ. നോർമലായിട്ട് മൈക്ക് ഞെക്കി നമ്മൾ സംസാരിക്കുന്നത് ജി മാത്രല്ല കേട്ടോ. എടാ ഞാൻ റേഡിയോ അല്ല, ഞാൻ ഈ മൈക്കിൽ കൂടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ? PL അടിച്ചടാ വീണ്ടും. നോർമൽ ആൾക്കാരോട് സംസാരിക്കുന്നില്ല. കേക്കാം. ഓക്കെ. സോ എല്ലാവർക്കും വെൽക്കം. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ എല്ലാവർക്കും വെൽക്കം. ചന്ദ്രന്റെ ബർത്ത്ഡേ പരിപാടിക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ആദ്യം തന്നെ വന്നതിന് എല്ലായിടത്തും ഒരു വലിയ താങ്ക് യു പറയുന്നത്. കഴിഞ്ഞ 3 വർഷമായിട്ട് അവൻ്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഈ വർഷം മാറ്റിയെടുക്കണമെന്നൊരു വലിയ ആഗ്രഹം നമുക്കും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ ചന്ദ്രനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ചന്ദ്രൻ ഇങ്ങോട്ട് വരേണ്ടതാണ്. അപ്പോൾ ചന്ദ്രൻ്റെ ബർത്ത്ഡേ ഈ വർഷം നമുക്ക് അടിപൊളിയാക്കണം എന്നുള്ളൊരു വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ചന്ദ്രനെ പറ്റി 2 വാക്ക് സംസാരിക്കാൻ സരക്കിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. സ്റ്റേജിലേക്ക് വരേണ്ടതാണ് സരക്ക്. ഹലോ, ഞാൻ പറഞ്ഞൊന്നും കേട്ടില്ല. ഞാൻ അവിടെ അപ്പാപ്പനോട് സംസാരിച്ചോണ്ടിരിക്കുന്നത്. എന്തിനാന്ന് പറഞ്ഞു? 2 വാക്ക് സരക്കിനെ അല്ല ചന്ദ്രനെ പറ്റി സംസാരിക്കണം. ഇതിപ്പോ എങ്ങനെ ജി ഞെക്കണോ? അല്ലല്ല, നോർമലി സംസാരിക്കണം. ജി ഞെക്കിട്ട് നോർമൽ ബട്ടൺ ഞെക്കണോ? നോർമൽ നീ സംസാരിക്കുന്ന ബട്ടൺ ഞെക്കിയാൽ കേക്കാമോ? കത്തിപ്പോ ഇല്ല കേക്കാം. കേക്കാമോ? ആ, സത്യം പറഞ്ഞു കഴിഞ്ഞാ ചന്ദ്രന്റെ ബർത്ത്ഡേ നമ്മള് ആഘോഷിക്കാനായിട്ട് കഴിഞ്ഞ വർഷം പറ്റിയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ടി ഉള്ള സമയത്ത് ചന്ദ്രൻ അത് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടായിരുന്നു അവൻ കഴിഞ്ഞ വട്ടം പറഞ്ഞായിരുന്നു. പക്ഷേ ഇത്തവണ ചെറിയ പ്രശ്നങ്ങൾ കാരണം ഒരുമിച്ച് ആഘോഷിക്കാൻ പറ്റൂല എന്നാണ് വിചാരിച്ചത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇങ്ങനൊരു അവസരം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പക്ഷേ എല്ലാം എന്തോ പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല രീതിയിലായതുകൊണ്ട് നമുക്ക് അവൻ്റെ ബർത്ത്ഡേക്ക് ആഘോഷിക്കാനായിട്ട് വരാൻ പറ്റി. സത്യം പറഞ്ഞാൽ അവന് ഭയങ്കര സന്തോഷമായെന്ന് മനസ്സിലായി. അവന് ഒരുപാട് എക്സ്പെക്റ്റ് ചെയ്തു എന്നും മനസ്സിലായി. അപ്പം നമ്മൾ വന്നവന് ഒരുപാട് സന്തോഷം മനസ്സിലായി. സത്യം പറഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ ശരിയാവോ ഇല്ലെന്ന് തന്നെ അറിയാത്തതുകൊണ്ട് ഉള്ള ഒരു ഇത് വെച്ചാണ് നമ്മളാരും ഇങ്ങനെ വരണോ വേണ്ടയോ എന്നുള്ളൊരു ഡബിൾ മൈൻഡിക്കായിരുന്നു. സത്യം പറഞ്ഞാൽ വന്നില്ലായിരുന്നെങ്കിൽ ഭയങ്കര ഒരു അതൊരു ശോകമായ സത്യം പറഞ്ഞാൽ വന്നപ്പോഴാണ് വന്നത് ഒരുപാട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് എന്ത് പറയാ ഭയങ്കര സന്തോഷമായി. സത്യം പറഞ്ഞാൽ അവൻ സന്തോഷമാണെന്ന് കണ്ടിട്ട് ഒരുപാട് സന്തോഷമായി. പിന്നെ കുറേ നാൾക്ക് ശേഷം കുറേ നാളായിട്ട് ഇങ്ങോട്ടൊന്നും വരാതിരുന്നിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വന്ന് നമ്മുടെ ഗ്യാങ് ഓഫ് ഇതൊക്കെ പെട്ടെന്ന് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒറ്റയടിക്ക് പറയണമെങ്കിൽ ഭയങ്കരമായിട്ട് ഇതായി. സത്യം പറഞ്ഞാൽ ഒരു ഇമോഷണൽ ആവുന്ന പോലെ ആയി. പിന്നെ വെറുതെ അത് ഇതാവില്ല. എന്തായാലും ചന്ദ്ര ഹാപ്പി ബർത്ത്ഡേ. ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇന്നല്ല എല്ലാവരും മിസ്സൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അത് പറഞ്ഞ് ഇമോഷണൽ ആക്കുന്നില്ല, വീണ്ടും ഷോക്കാക്കുന്നില്ല. എന്തായാലും ഒരു കിടിലം ബർത്ത്ഡേ ആവട്ടെ. ഇനി അങ്ങോട്ട് മുമ്പോട്ടുള്ള എല്ലാ വർഷങ്ങളെല്ലാം കോ ലീഡറായിട്ട് അടിച്ചു പൊളിച്ച് ഒരു നല്ല രീതിയിൽ തന്നെ എത്തട്ടെ. എല്ലാ
വിശ്വാസം നമ്മുടെ സൈഡിൽ നിന്ന് എല്ലാ വിശ്വാസവും ഉണ്ട്. എപ്പോഴും ഇപ്പം അത് നമ്മളിവിടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മനസ്സെപ്പോഴും കൂടെ കാണും. ചന്ദ്ര എല്ലാ കാര്യത്തിനാണേലും കൂടെ കാണും. എന്തിനാണേലും വിളിച്ച ഒരു വിളിക്കപ്പോൾ നമ്മൾ കാണും. അത്രേ ഉള്ളൂ. ഹാപ്പി ബർത്ത്ഡേ ചന്ദ്ര. ഹാപ്പി ബർത്ത്ഡേ. സോ അടുത്തതായിട്ട് ബാബുവിനെ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ പറയാം. ഹലോ, ഇവിടെ നീ നോർമലി സംസാരിക്കുന്ന പാട്ടം. ആ ഇപ്പൊ കേക്കാവോ? എല്ലാരും കേക്കാവോ? ഹലോ. ഓക്കെ. മാന്യമഹാജനങ്ങളെ, നമ്മൾ ഏവരും ഇന്നിവിടെ അടിച്ചു കൂടിയിരിക്കുന്നത് നമ്മുടെ ചുണ്ടം ചന്ദ്രബാജിന്റെ ബർത്ത്ഡേ പരിപാടി. തന്തയുടെ കാര്യം പറയുവാണെങ്കിൽ 1 2 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. 100 തന്തയ്ക്ക് പിറന്നവൻ തുല്യം ചന്ദ്രൻ. നമ്മുടെ ചന്ദ്രബോസിന്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. നിങ്ങൾ കാണുന്ന സാധാരണ ചന്ദ്രനാണോ ഇത്? അല്ല, ഇതൊരു സാധാരണ ചന്ദ്രനല്ല. ഒരു കറുത്ത വാവ് ദിവസം അമാവാസി രാത്രിയിൽ ആർക്കോ ജനിച്ച ചന്ദ്രബോസ്, നമ്മുടെ ഏവരുടെ സ്വന്തം ചന്ദ്രബോസ്. കഷ്ടപ്പാടിന്റെ കാര്യം പറയുവാണെങ്കിൽ ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മുടെ ടിവിയിൽ മുലലിയുടെ മനസ്സിലിടം പിടിച്ച ചന്ദ്രബോസ് എന്തോരം കഷ്ടപ്പെട്ടെന്ന് കാണണമെങ്കിൽ അവന്റെ മുട്ടിലെ തരമ്പ് കണ്ടാ മതി. നിങ്ങൾക്ക് മുട്ടിലെ തരമ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലായില്ല. എന്നാൽ അവന്റെ നാക്കിലെ തരമ്പ് നോക്കണം. ഒന്ന് സ്വന്തം കുടുംബം കൂട്ടിച്ചേർക്കുന്നതിന് മുന്നേ ഗ്യാങ്ങിന് വേണ്ടി ജീവിതം മാറ്റിവെച്ചവൻ ചന്ദ്രൻ. ഗ്യാങ്ങിന് വേണ്ടി. അതാണ് നമ്മുടെ സ്വന്തം ചന്ദ്രൻ. ചന്ദ്രൻ എന്തുകൊണ്ട് ചന്ദ്രനായി? ചന്ദ്രൻ നമുക്ക് വേണ്ടി ചന്ദ്രനായി. ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് മഞ്ഞമക ജനങ്ങളെ, നമ്മുടെ ചന്ദ്രന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പോ ഒരുപാട് പേര് ഇവിടെ ഉണ്ടെന്നറിയാം. എല്ലാവരുടെയും അനുഗ്രഹവും ആശീർവാദവും നമ്മുടെ ചന്ദ്രൻ ഒരുപാട് നാള് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഏവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാവണം. മാത്രമല്ല, ഇത് കഴിഞ്ഞിട്ട് ചന്ദ്രന്റെ ചെറിയൊരു പിരിവുണ്ടാവും. അപ്പോൾ ചന്ദ്രന് വേണ്ടി ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനൊരു പിരിവ് ബക്കറ്റുമായി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുന്ന പണ്ടിട്ട് സഹായിക്കണം. പിന്നെ എന്നെക്കാട്ടി കൂടുതൽ ചന്ദ്രനെ പറ്റി അറിയാവുന്നത് നമ്മുടെ സ്വന്തം മുലാലിക്കാണ്. അപ്പോൾ ചന്ദ്രനെ പറ്റി 2-3 എക്സ്ട്രാ വാക്കുകൾ ഇതിൽ പുറമെ സംസാരിക്കാനായി ഞാൻ പരിന്ത് ബാജുവിനെ സ്റ്റേജിലേക്ക് വെൽക്കം ചെയ്യുന്നു. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഓൾറെഡി സംസാരിച്ചതായിരുന്നു. പക്ഷെ ഈ ഒരു അവസരത്തിൽ മെയിനായിട്ട് ടിവിക്കകത്ത് നമുക്ക് ഇങ്ങനൊരു പരിപാടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഇത് ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത് രായനാണ്. അപ്പൊ രായൻ എന്തായാലും സംസാരിക്കാനുണ്ടാവും. രായനെ ഞാൻ സ്റ്റേജിലോട്ട് വിളിക്കുന്നത്. രായ ഒന്ന് വരണം. ഇവിടെ വന്നിട്ട് ജി ഞെക്കിയിട്ട് നീ നോർമലി സംസാരിക്കുന്ന ബട്ടൺ. മൈക്കിന്റെ ബാക്കിൽ നിൽക്കും. മൈക്കിന്റെ ബാക്ക്. ഓക്കെ. ഹലോ, സംസാരിക്കുന്നുണ്ടോ? ആ, ഇപ്പൊ കേക്കാം. എടാ, എല്ലാരും കേൾക്കുന്നില്ലേ? ഞാൻ പറയണ റേഡിയോ എല്ലാരും കേൾക്കുന്നില്ലേ അവിടെ? ഇല്ല. ബ്രോ, ചാമ്പ്യൻ ടൈഗർ ബ്രോ, താങ്ക് യു സോ മച്ച് ഫോർ 5 സബ്സ്ക്രിപ്ഷൻ അഗൈൻ. അതേപോലെ ആഘോഷിക്കുകയാണ്. കഴിഞ്ഞ വട്ടം ആഘോഷിക്കാൻ പറ്റിയില്ല ചന്ദ്രന്റെ ബർത്ത്ഡേ. ആഘോഷിക്കാൻ പോയിട്ട് ആർക്കും നേരത്തെ വിഷ് ചെയ്യാൻ പോലും കഴിഞ്ഞ വട്ടം പറ്റിയില്ല. അത് അവന് നല്ല രീതിയിൽ വിഷമം ഉണ്ടായിരുന്നു. ഇങ്ങനെ ബർത്ത്ഡേ ഈ വർഷം അവന് ഇതാവോന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. പക്ഷെ എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാരും വന്ന് എല്ലാരും മുമ്പിൽ ഇങ്ങനെ തിരിച്ച് കാണാൻ പറ്റുമെന്ന് തന്നെ ഞാൻ വിചാരിച്ചില്ല. അത് ചന്ദ്രൻ വിചാരിച്ച കാണൂല. ഭയങ്കര സന്തോഷമുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ചന്ദ്ര, അളിയ, ലവ് യു. ചന്ദ്രന്റെ ബർത്ത്ഡേ പിരിവാണ്. അപ്പൊ എല്ലാരടുത്തും ഇന്ന് വന്ന എല്ലാവർക്കും എന്റെ ഒരു നന്ദിയും.
ഈ പരിപാടി നല്ല രീതിക്ക് തന്നെയാണ് നടത്തിയേക്കുന്നത്. കഴിഞ്ഞ ഒരു വർഷത്തിന്റെ കുറവ് അത് 2 ഇരട്ടിയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ നടത്തിയത്. അപ്പൊ എല്ലാവർക്കും നന്ദിയുണ്ട്. സത്യം പറഞ്ഞു ഞാൻ അത്രേ ഉള്ളൂ. ഓക്കേടാ ഓക്കേടാ ഓക്കെ. എടാ അപ്പൊ ബെല്ലാരിയുടെ സൈഡിൽ നിന്ന് ആരെങ്കിലും ഒന്ന് വരണേ. സിറ്റി കത്തി ഗൈസ്. 1000 MS എന്തൊരവസ്ഥയാടാ ഇത്. കത്തിയടാ സിറ്റി.